നമസ്കാരം. ഞാൻ നിൽക്കുന്നത് മയ്യനാട് ശാസ്താംകോവിൽ സ്കൂളിന് തൊട്ടടുത്ത ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ഒരു അപകടം നടന്നു. അപകടം എന്ന് പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ 6 മാസങ്ങൾക്കുള്ളിൽ ഒട്ടനവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബസ്സിനകത്ത് ഒരു ബൈക്ക് ഇടിച്ച് അന്ന് 2 കൊച്ചു 10-17 വയസ്സുള്ള പിള്ളേരാണ് മരിച്ചത്. ഇന്ന് ഇതുപോലെ തന്നെ വെളുപ്പാൻ രാവിലെ ഒരു 5:30-6 മണിക്കകത്ത് ഇവിടെ ഒരു അപകടം നടന്നു. ഒരു ബൈക്ക് ഇവിടെ പോസ്റ്റിലൊക്കെ ഇടിച്ചാണ് അവിടെ മറിഞ്ഞത്. അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ അവിടെ പൊളിഞ്ഞു കിടപ്പോൾ അവർ 2 പേർക്ക് നല്ല പരിക്ക് ഉണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും 2 പേരെയും ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ പരിസരത്തുള്ളവർ പറയുന്നത് എന്താണ് പറയുന്നത് ഒന്ന് കേട്ടിട്ട് വരാം. എന്തോ എങ്ങനെ ആക്സിഡന്റ് ആയത്, എപ്പോഴാണ് സംഭവം നടന്നത്? അവിടുന്ന് വന്ന ഓവർ സ്പീഡാ. വന്ന സ്പീഡ് വന്നിട്ടാണ്ട് ഈ പോസ്റ്റേൽ അടിച്ചത്. ഈ പോസ്റ്റേൽ അടിച്ചിട്ട് വണ്ടി ചരിഞ്ഞു വന്ന് ആ ടെലിഫോൺ വെച്ച് അതിന്റെ ടെലിഫോൺ പോസ്റ്റിന്റെ കീഴിൽ ആ തലയെല്ലാം പൊട്ടിയിട്ടുണ്ട്. എത്ര പേരുണ്ടായിരുന്നു? എത്ര മണിയായി കാണും സംഭവം? 5:55 6 മണി ആയി. ഇവിടുന്ന് ഒരാള് വിളിച്ചു പറഞ്ഞ ഓടി വന്നപ്പോൾ കണ്ട രംഗമായത്. ആംബുലൻസ് വന്ന് അവരെ എടുത്തോണ്ട് പോയത്. അത് എവിടെ കൊണ്ടുപോയെന്ന് അറിയാവോ? അവര് ഇവിടെ ആയിരിക്കും. എവിടെ കൊണ്ടുപോയത്? ആംബുലൻസിലാണ് കൊണ്ടുപോയത്. 2 പേർക്കും പരിക്കുണ്ടല്ലേ? 2 പേർക്കും നല്ല പരിക്കുണ്ട്. അല്ല, ഇവിടെ നേരത്തെ ഇതുപോലെ അപകടങ്ങൾ ഒരുപാട് വന്നല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നമുക്ക് ആരടുത്തും ഒന്നും പ്രതികരിക്കാനൊക്കെ. അല്ല, മുൻപൂടെ ഒരു ബസ് അപകടം നടന്നിട്ട് 2 പേര് മരിച്ചതാണ്. 2 പേര് മരിച്ച് ദാണ്ട് ആ വളവിനും ആക്സിഡന്റ് മേലെയാണ് വന്ന് വണ്ടി കയറി. അവർ ആ മിറർ നോക്കത്തില്ല. മിറർ നോക്കാതെ കൊണ്ടുവന്ന് ഇവിടുന്ന് പോകുന്ന വണ്ടികളെല്ലാം കയറുന്നാ പോകുന്നത്. അത് ശരി. പള്ളിക്കൂടം ഉള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞില്ല, അടച്ചിട്ടതാണ്. അത് ശരി. ഈ റോഡിൽ ഭയങ്കര കുഴിയായിരുന്നു. അതായത് പിന്നെ അർദ്ധസേനയിൽ ഒരു കൊച്ചിന്റെ കൈ ഒടിഞ്ഞതാ. അങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ട് ഇവിടെ ഇത് വന്ന് അടച്ചു. ഞാൻ ചോദിച്ചപ്പോൾ നിരന്തര അപകട മേഖലയാണ്. നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഒക്കത്തില്ല. അത് മാത്രമല്ല, നമുക്ക് സ്പീഡ് വരുന്നിടത്തൊന്നും പറയാനൊക്കില്ല. ഒന്നും പറയാനൊക്കത്തില്ല. ഇതിപ്പോ എന്താ ഒരു പ്രതിവിധി? പ്രതിവിധി എന്ന് വെച്ചാൽ ഇവിടെ ഒരു പമ്പ് വെക്കുക. ഒരു ചെറിയൊരു പമ്പ്, ഒരു സിഗ്നലെങ്കിലും വെക്കുക. ഈ സ്കൂളിന്റെ അവിടെ ഒരു സിഗ്നലില്ല. നിയന്ത്രിക്കാത്തില്ല. ഒരു ചെറിയ നല്ല രീതിയിൽ ഒരു പമ്പ് വെക്കുകയാണെങ്കിൽ ഇത്തിരി സ്ലോയിൽ വണ്ടി വരും. അതാണ് ഇപ്പൊ ചെയ്യാവുന്ന ഏറ്റവും പ്രതിവിധി. അതേ ഉള്ളൂ. അത് ശരി. അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഇടിയാതാണ്ട് അത് ബ്ലഡ് എല്ലാം അവിടെ തളം കെട്ടി കിടക്കുന്നു. അത് ശരി. എന്തായാലും ഇത് വലിയ സംഭവം തന്നെ. മയ്യനാട് ശാസ്താംകോവിൽ നടന്ന ഒരു അപകടത്തിന്റെ ദൃശ്യമാണ് കണ്ടല്ലോ. ഇവിടെയൊക്കെ ബ്ലഡ് എല്ലാം കിടക്കുന്നു. അവിടെ പോയാൽ കിടന്നു. അയാൾ കണ്ട് ഇതിന്റെ അടിയിൽ ഇങ്ങനെ കിടന്നു. അത് ശരി. എന്തായാലും വാഹനത്തിന്റെ ഒരുപാട് ഭാഗങ്ങളൊക്കെ പൊട്ടി തറ കിടപ്പുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തായാലും വലിയ ഒരു ഒന്നും പറയാം. ഇതിപ്പോ വെളുപ്പാൻ രാവിലെ സംഭവം അല്ലേ? അന്നാ വലിയ തിരക്കില്ലാത്ത സമയത്താണ്. അല്ലാത്ത സമയത്താണെങ്കിൽ ഇതിലും വലിയ അപകടം. മിക്കവാറും കൊണ്ട് 2 പേരുന്നാള് അപ്പുറത്ത് മരിക്കുകയും ചെയ്തായിരുന്നു. മറ്റേ ബസ്സും ഒരു ബൈക്കും അല്ലേ? പിന്നെ ഇവിടെ അടുത്തുള്ള പിള്ളേരാണല്ലോ, ഫ്ലാറ്റിലെ പിള്ളേരല്ലേ? അത് ഫ്ലാറ്റിലെ പിള്ളേരാണ്. ആണല്ലേ? ഈ ചുരുക്കി പോലെ സ്ഥിരമുള്ള അപകടമുണ്ട്. മിക്കവാറും ഉണ്ട്. ആണല്ലേ? അല്ല, ഇതെന്തായാലും 2 പേർക്ക് പരിക്കണ്ട. മാത്രമല്ല, ഇവിടെ ഒരു വളവ്, എപ്പോഴും വളവ്. അവിടെ ഒരു സിഗ്നൽ ബോർഡുകളൊന്നും വലിയ കാര്യമായിട്ടില്ല. ഒരു മിററൊക്കെ ഉണ്ട്, പക്ഷെ അതിന് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ സ്പീഡ് കൂടി. അല്ല, കട്ടർ മൂടിയപ്പോ ഭയങ്കര സ്പീഡ് കൂടി. ഈ സ്പീഡാണ് പ്രശ്നം. എന്തായാലും ഇത് വലിയ സംഭവം തന്നെ അല്ലേ? 2 പേർക്ക് അപകടം പറ്റിയെന്ന് പറയും.